ആയേ പാണി പാളിയിലെ വണ്ടിയില്ല ചെണ്ടയില്ല മൂഞ്ചിപ്പോയല്ലോ. 5 കിലോമീറ്റർ നടന്നു ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങളുടെ വണ്ടി കിട്ടിയില്ല. ഇത് ശങ്കര ബ്ലോക്സ് പോലെ ആയി പോയി അല്ലേ? Walking alone, the streets are empty. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town. Happy New Year! ട്രാവൽ ടൈം സ്റ്റോറീസിന്റെ മറ്റൊരു പുതുപുത്തൻ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അൺഎക്സ്പെക്ടഡ് മോർണിംഗ് വാക്ക് ആണ് ഇന്ന്. നമ്മളൊപ്പം ഉള്ളത് ബിബിൻ, നമ്മുടെ ടൂർ ലീഡർ, ആരിസ്, നമ്മുടെ ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡർ അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആരിസ് ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അപ്പോൾ ഞങ്ങൾ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രാവിലെ വഴി കയറി വന്നപ്പോഴാണ് ഈ സ്നോഫോൾ കണ്ടത്. അപ്പോൾ ഞങ്ങളൊരു ചെറിയ കൊച്ചു മോർണിംഗ് വാക്കിന് പോവാണ്. ആപ്പിൾ ട്രീസും മുൾച്ചെടികളൊക്കെ മഞ്ഞത്ത് എങ്ങനെയാണ് നിൽക്കണമെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ട്രിപ്പ്. സോ I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. മോർണിംഗ് വാക്കിന് വരുമ്പോൾ ആളുകൾ എവിടെ വന്നിരിക്കണ സ്ഥലമായിരുന്നു. കഴിഞ്ഞ നമ്മൾ വന്നപ്പോൾ കുറച്ച് മോർണിംഗ് വാക്കിന് ആളുകളൊക്കെ ഈ സ്റ്റെപ്പിൽ ഇരിക്കണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥ ഉണ്ട്, ഞങ്ങൾ ലോക്കായി ഗായ്സ്. സത്യം എന്റെ പൊന്നു വച്ചു, നമ്മുടെ മോർണിംഗ് വാക്ക് ഇതൊരു ഒടുക്കത്തെ വാക്കായി പോടാ. അപ്പൊ ഞങ്ങൾ രാത്രി പ്ലാൻ ചെയ്ത് ഒരു 4 കിലോമീറ്റർ നടക്കുക. അപ്പോൾ 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു. അവിടുന്ന് ചായ കുടിക്കാന്നൊക്കെയാണ് ഞങ്ങൾ പ്ലാന്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്നോഫോൾ കാരണം ചായച്ചേട്ടൻ അടച്ചുപോയി. ഇന്ന് ചായക്കടയില്ല. നല്ല രാവിലെ ജിഞ്ചർ ടീ കിട്ടുമെന്നാ പറഞ്ഞത്. അപ്പം ആളിന്ന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചായ കുടിയൊക്കെ വേണമെന്ന് വെച്ചു. മോർണിംഗ് വാക്കിൽ നമുക്ക് നമ്മുടെ വാക്ക് കണ്ടിന്യൂ ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ട അവസ്ഥയാണ്. കാരണം ഈ വില്ലേജിലാണ് നമ്മുടെ വണ്ടിക്കാരൻ ട്രാവലറുകാരൻ സ്റ്റേ ചെയ്തിരുന്നത് കഴിഞ്ഞ 3-4 ദിവസങ്ങൾ. അതായത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങണില്ല, വണ്ടിയും കാണാനില്ല. ഈ മഞ്ഞത്ത് ഏകദേശം ട്രാവലറിൻ്റെ അതേ ഈ മിൽക്കി സ്നോ വൈറ്റ് എന്ന് പറഞ്ഞൊരു കളറുണ്ട്, നമ്മുടെ കാറുകൾക്കൊക്കെ അറിയാലോ. നമ്മുടെ ഫോർച്യൂണറിനൊക്കെ വരുന്ന കളറാണ് മിൽക്കി സ്നോ വൈറ്റ്. എക്സാക്ട്ലി അതാണ് ഈ സംഭവം. അപ്പോൾ നമ്മുടെ ട്രാവലർ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടു. അങ്ങനെ നമ്മൾ നടന്ന് മറ്റൊരു ഗ്രാമത്തിലെത്തി. മുകളിലത്തെ ഗ്രാമത്തിൽ ചെന്ന് നമ്മുടെ വണ്ടി കാണാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ വണ്ടി കാണുക, ഒരു ചായയെങ്കിലും എവിടെയെങ്കിലും കിട്ടുമോ നോക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം. പക്ഷേ ഈ ഗ്രാമത്തിൽ നമ്മുടെ വണ്ടിയൊന്നും കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, ഈ ഗ്രാമം നമ്മൾ കണ്ട ഗ്രാമത്തെക്കാളും വളരെ വലുതാണ്. കാരണം കുറേ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട്, കുറേ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും പുറത്തിറങ്ങിയിട്ടില്ല. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. കണ്ടിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് തോന്നുന്നത്. ഇതേതൊരു ഹെവി റൈഡറിന്റെ ബൈക്കാണ്. മൊത്തം മഞ്ഞ് കയറി ബോൾ അരിസേ പിടിച്ചോ. മൊത്തം മഞ്ഞ് കയറി നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഗൈസ്. ഡീസൽ പെട്രോൾ ടാങ്കൊക്കെ കേട്ടോ, ഹെഡ്ലൈറ്റ് ഏതോ ഹെവി റൈഡറിന്റെ ആണ്. ഇവിടെ ഇത്രയും ബൈക്കൊക്കെ ഉണ്ട്. ഇതിനി സ്റ്റാർട്ട് ആകുമെന്നാണ് കേട്ടോ സംശയം. കാരണം -10-12 ഡിഗ്രീസ് എന്താണ് ഉണ്ടാവും അല്ലേ ആരിസേ? -10-12 ഡിഗ്രീസ് ഉണ്ട്. സ്റ്റാർട്ട് ആകുമെന്നാണ് സംശയം. भाई गुड मॉर्निंग. चाय शॉप है? चाय नीचे. ഓക്കെ, താങ്ക് യു. ഒരേ ഒരു പ്രതീക്ഷ, അടുത്തൊരു നല്ല ചായ ഷോപ്പാണ്. അതുണ്ടോ ആൾക്കാരൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാ. ഇത് അടുത്ത ഹിമാലയന്റെ ലുക്ക് ഉണ്ടാ. എടാ കയ്യിൽ ക്യാഷ് ഉണ്ടോ ചായ കുടിക്കാൻ? ഞാൻ പേഴ്സ് എടുത്തില്ല. പോയി ചായ അടിക്കാം. സത്യം പറഞ്ഞാൽ ബീം വിളിച്ചോളി ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. പൈസ ഒന്നും എടുത്തില്ല. ബീമിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോയി ഒരു ചായ അടിക്കാം അല്ലേ. അങ്ങനെ അത്യാവശ്യം ക്രൗഡുള്ള ഒരു ടൗണിലെത്തി. ടീ ഷോപ്പ് കണ്ടു. നമുക്ക് ചായ അടിക്കാന്നല്ല പറഞ്ഞു. അവൻ എന്ത് ചെയ്യും? രാവിലെ ഗെയിം.
അങ്ങനെ രാവിലത്തെ മോർണിംഗ് പോക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു ഫൺ ടൗണിലാണ്. എല്ലാവരും മഞ്ഞ് സ്നോ ഒക്കെ വെച്ച് കളിക്കണം, കുട്ടികളൊക്കെ ആയിട്ടൊന്ന് ഫോട്ടോ എടുക്കണം. ആരിസിനൊരു കൊച്ചു കുട്ടീനെ കിട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. വളരെ ഹാപ്പി ഫേസ്, രണ്ട് ഹെവി ട്രാവലേഴ്സ്. അങ്ങനെ ആരിസ് യോധയിലെ കൊച്ചു പേര് കണ്ടുപിട്ടി. ഏകദേശം യോധയിലെ അവരുടെ ലുക്ക് ഉണ്ട് കേട്ടോ. അക്കുസേട്ടന് പിന്നെ എന്തായിരുന്നു മറ്റേ പയ്യന്റെ പേര്? അല്ല, പയ്യന്റെ പേര് അപ്പുക്കുട്ടൻ. അതെ, അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടാ ഹാഞ്ചി ഭയ്യ. ആൾക്ക് മനസ്സിലായില്ല അപ്പുക്കുട്ടൻ. നമുക്കറിയുള്ളൂ, പുള്ളി യോധ കണ്ടില്ലല്ലോ. ഇന്നത്തെ സബ്മിറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ എൻജോയ് ചെയ്തേക്കാന്ന് തീരുമാനിച്ച് നടക്കുകയാണ്. നമ്മള് ഇവിടുത്തെ ലോക്കൽസ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. നമ്മൾ ലോക്കൽസിനെ ചോദിച്ചു നമ്മുടെ വണ്ടി എവിടെയാണ്, കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പം അവർ നമ്മളെ സഹായിച്ചു. ട്രാവലറിൻ്റെ ഹാരിസ് അങ്ങനെ നല്ല ഡിസ്റ്റൻസിൽ നമ്മൾ ട്രാവലർ കണ്ടുപിടിച്ചു. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വില്ലേജിലെ കുറച്ച് ബോയ്സ് ആണ്. അവരോട് ചോദിച്ചാൽ അവർ ഇവിടുത്തെ ആൾക്കാരാണോന്ന്. आप यहाँ के हो ना वैसे? अच्छा, तो आज हाइकिंग वगैरह वहाँ पे समिट पे जाएंगे लोग? नहीं जा पाएंगे। नहीं तो ये अभी कहाँ लेके जा रहे हैं इनको? नहीं ले जाएंगे, ये तो रूम जा रहे हैं। अच्छा, ये रूम जा रहे हैं। अच्छा, परमिशन नहीं दे रहे ना किसी। आज परमिशन नहीं है। अब वो बेस कैंप में स्टे करने के लिए आदमी क्या करते हैं आज? नीचे आएगा। अभी कितना दिन बंद है उधर? जब तक स्टॉप करने के लिए। परमिशन मिल जाएगा। ओके, अभी स्नोफॉल साफ होने की मतलब खत्म होने की चांसेस है? चांसेस पूरे आज तो नहीं। तो आज कैसे होगा स्नोफॉल? अचानक से हो गया या फिर होता रहता है? अच्छा, താങ്ക് യു. भैया. അപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കേദർഗണ്ഡ സമ്മിറ്റ് കയറാനുള്ള പെർമിഷൻ ഇല്ല എന്നാണ്. ബേസ് ക്യാമ്പ് ചെയ്യാൻ പറ്റുള്ളൂ? ഇല്ലല്ലോ, ഇല്ല, ബേസ് ക്യാമ്പും ഇല്ല. അതായത് ഇനി കേദർഗണ്ഡ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പെർമിഷൻ ഉണ്ടാകും സാങ്ഗ്രിയിൽ, കേദർഗണ്ഡ അല്ല, സാങ്ഗ്രിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്നോഫോൾ എന്ന് നിൽക്കുന്നു. പിന്നെ ഗവൺമെന്റ് പെർമിഷൻ കൊടുക്കണം ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും കാര്യങ്ങളൊക്കെ കേട്ട്. ഫോറസ്റ്റ് വൈൽഡ് ലൈഫോടെ ഇൻവോൾവ് ആണ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ശരിക്കും വി വേർ ദ ലക്കിയസ്റ്റ് വൺ അല്ലടാ ആരിസേ? ഇന്നലെ രാവിലെ കയറി തിരിച്ചിറങ്ങി ഇന്ന് ദേ എല്ലാം കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. 100% ഹാപ്പിയാണ്. ചിന്തിക്കാൻ പറ്റില്ല. സൺറൈസ്, അതെ, എല്ലാം കൊണ്ടും ബേസ് ക്യാമ്പും എല്ലാം ഓർത്ത് നോക്കി. നമ്മൾ 14,000 കിലോമീറ്റർ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നിട്ട് ഇത് കിട്ടാണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ടെൻഷനായി പോകും. We are heroes tonight. We will fly above the sky. We are heroes tonight. അങ്ങനെ നമ്മൾ നടന്ന് ഒരു ബ്രിഡ്ജിനടുത്തെത്തി. ഒരു ബ്രിട്ടീഷ് കൺസ്ട്രക്ഷൻ ബ്രിഡ്ജ് കേഡർ വെച്ചാണ് ഉണ്ടാക്കിയേക്കണേ. സ്ഥലപ്പേരൊന്നും അറിയില്ല ഗൈസ്. സ്ഥലത്തിൻ്റെ പേര് നോക്കാനാണെങ്കിൽ ഒരു സൈൻ പോലും ഇല്ല. എല്ലാം മഞ്ഞുകൊണ്ട് മൂടി കവർ ചെയ്ത് കിടക്കണം. വാട്ടൻ ആംബിയൻസ്. ഒരു പഴയ പാലമാണ് ഗൈസ്. എന്നെ അടിപൊളിയാണെന്ന് നോക്കി. പാലം മൊത്തം മഞ്ഞ് വീണ് അടിപൊളിയല്ലേ? വെള്ളമൊഴുകുന്നുണ്ട്. ഒരു കൊച്ചു പുഴയുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ. ഒന്ന് പോയി നോക്കാം. ഓ, വെള്ളത്തിന്റെ സൗണ്ട്. ഒരു നല്ല ഒരു ഒരു പുഴയാണ്. ശരി, പുഴയല്ല, ഒരു തോടാണ് കാണുന്നത്. പാറകൾക്കിടയിലൂടെ വെട്ടി ഇറക്കിയേക്കണത്. ഒരുപാട് നല്ല ടോൾ ട്രീസ് ഒക്കെ ഉണ്ട്. നമുക്ക് രാവിലെ കറണ്ട് പോയി. എല്ലാ കറണ്ട് കമ്പിയിലൊക്കെ കാണാം, നിറച്ച് സ്നോയാണ്. എങ്ങനെ കറണ്ട് വരും അല്ലേ? ഇവിടുത്തെ ഇലക്ട്രീഷ്യൻസിൻ്റെ ഒക്കെ അവസ്ഥ ഓർത്ത് നോക്കി. ഇനി എന്തെങ്കിലും ലൈൻ പൊട്ടും എന്തെങ്കിലും ചെയ്താൽ ഭയങ്കര ഹാർഡ് ലൈഫാണ് ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മൾ സാങ്ക്രിയിൽ നിന്നാണ് വന്നത്. 5 കിലോമീറ്റർ നമ്മുടെ മോർണിംഗ് പോക്ക് കഴിഞ്ഞു. അപ്പം ഇനി ഇവിടെ എവിടെയാണ് നമ്മുടെ വണ്ടി എന്ന് കണ്ടുപിടിക്കണം. അവസ്ഥ ഉണ്ടോ? എങ്ങനെ കണ്ടുപിടിക്കും നമ്മുടെ വണ്ടി? ഭയങ്കര സീനാണ്. എൻ്റെ ദൈവമേ, ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ വളരെ ദയനീയം. വിറക് ഫയർവുഡൊക്കെ റെഡിയാക്കി വെച്ചേക്കണാണ്. പക്ഷെ മഞ്ഞ് പെയ്തെല്ലാം കുളമായി. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു സ്ഥലം ഒരു ചെറിയ താഴ്വാരമാണ്. ഒരു ഗ്യാപ്പായിട്ട് വരും. ഇവിടെയാണ് ഗൈസ് ഭയങ്കര സ്നോഫോള്. ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ പ്രളയ അന്തരീക്ഷമായിരിക്കുമല്ലോ ഇവിടുത്തെ മഞ്ഞ്. ഒരു മനുഷ്യൻ പോലും റോട്ടിലില്ല. എല്ലാവരും വീടിനുള്ളിലാണ്. ഇന്ന് എനിക്ക് തോന്നുന്ന ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഒരു പണിയും ചെയ്യണില്ല ആരും.
മഞ്ഞുപോലുള്ള ദിവസം ഇവർ കൺസിഡർ ചെയ്യണേ ഭയങ്കര നമ്മുടെ മൺസൂൺ വരുന്നൊരു ഫീലാണ് ഇവർക്ക് അതിശൈത്യം വരുമ്പോഴും. ഇവിടുത്തെ നെൽപ്പാടമാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. നോക്കി, ഈ നെൽപ്പാടത്തിന് എന്തുണ്ടാവാനാണ്? നെല്ലും ഉള്ളിയും ഒക്കെയാണ് ഇവരിവിടെ കൃഷി ചെയ്യണത്. അവരും ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഈ വർഷത്തെ ആദ്യത്തെ സ്നോഫോൾ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. आपका नाम क्या है? आरती. बेटा हाँ ദിവാൻജി ദിവാനി ആരതിയാണ്. വില്ലേജ് രാവിലെ അവര് സ്നോബോളൊക്കെ കണ്ട് രാവിലെ ഇറങ്ങി വന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ വില്ലേജ്. आपका नाम क्या है? ആരുഷി. ഹായ് ആരുഷി. ഇത് കർണാടകയിൽ നിന്ന് വന്നൊരു റൈഡറാണ് കേട്ടാ. ആരിസ് ഇങ്ങനെ ഡിസ്റ്റൻസ് നീ ഏതൊക്കെ എ ആണ് കണ്ടേ? എ കണ്ട്. ഒരുപാട് ടൂറിസ്റ്റ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കേദാർനാഥ് പീക്ക് സമ്മിറ്റ് കയറാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരെല്ലാം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. നമ്മൾ കണ്ടു കുറച്ച് പേര് റോഡിൽ നിന്ന് അവരുടേതായ സ്റ്റൈലിൽ എൻജോയ് ചെയ്യണത്. എന്താവുമെന്നറിയില്ല. ചിലപ്പോൾ ഒരു എന്താണെങ്കിലും ഒരു 10 ദിവസത്തേക്ക് കേദാർനാഥ് പീക്ക് പ്രതീക്ഷിക്കേണ്ട. സ്നോഫോൾ തുടങ്ങിക്കഴിഞ്ഞാൽ മിനിമം 10 to 15 days എടുക്കും സ്നോഫോൾ സ്റ്റോപ്പായിട്ട് പിന്നെ ഒന്ന് ആ ഒരു നോർമൽ ഇതിലേക്ക് വരാൻ വേണ്ടി. ട്യൂബ് കത്തിച്ചാണ് തീയിട്ടേക്കണേ. ട്യൂബിൽ അല്പം ഡീസൽ ഒഴിച്ച്. ഹൈലി പൊല്യൂട്ടഡ് ആണ്, ഹെൽത്തി അല്ല, ഹൈജീൻ അല്ല. പക്ഷേ ഇവർ ചൂടിന് ട്യൂബാണ് കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വണ്ടിയുടെ ടയർ ഇന്നലെ പഞ്ചറായി. അപ്പോൾ आपका गाड़ी का ड्राइवर है? यस. आपका नाम क्या है? महेंद्र सिंह. किधर से आएगा? ये हरिद्वार से. हरिद्वार है. हाँ, हरिद्वार आदमी है. कल कुछ भी नहीं था यहाँ पे. कुछ मेरे कंप्लीट प्रोग्राम कैंसिल हुआ है ना? हाँ, अभी प्रोग्राम कैंसिल है. आज रिटर्न है और कल है? ये आज है, कुछ गाड़ियों को आज है. हाँ, बाकी धीरे धीरे. अभी तो मुश्किल है यहाँ से गाड़ी मुश्किल है ना? हाँ. कितना आदमी आपका गाड़ी के? 39 आदमी है. टायर पंचर हो गया? नहीं, तो थोड़ा प्रॉब्लम हो गया. प्रॉब्लम है, मैकेनिक प्रॉब्लम हो गया. ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തകർന്നു. നമ്മൾ കണ്ട നമ്മളൊന്ന് ട്രാവലർ അല്ലായിരുന്നു, വേറെ ഒരു ചെറിയ UK വണ്ടിയാണ്. നമ്മളൊന്ന് ട്രാവലർ 26 സീറ്ററാണ്. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ മോർണിംഗ് വാക്ക് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. മഞ്ഞ് ഫോളൊക്കെ വേണമെന്ന് വെച്ചാൽ അവർ രാവിലെ അവർ ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ഈ വർഷത്തെ ആദ്യത്തെ സ്നോഫോൾ ആയിട്ട് കുട്ടികൾ മഞ്ഞിൽ കളിക്കണുണ്ട്. നല്ല രസമുണ്ട്. ഹായ് കുട്ടികൾ മനസ്സിൽ ചോദിക്കും ആരുടെ എൻ്റെ വീടിന് മുമ്പിൽ നിന്ന് അലറി കഴിയണേന്ന്. അതെ, ഷൂ ഉണ്ട്. ഒരു പുള്ളി എക്യൂപ്റ്റാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. കാരണം സ്നോഫോൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലും, പക്ഷെ ഇത്രയും നേരം ഇത്രയും ഒരു എന്നാ പറയണേ ഇത്ര ലാവിഷായിട്ടുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. സ്നോ ബോൾ കൊണ്ട് മറ്റു ഗുണമുണ്ട് കേട്ടോ. ബോൾ ഉണ്ടാക്കിയതേ ബിബിൻ രാവിലെ വന്ന വഴി അവൻ്റെ പാർട്ട്ണറെ കണ്ടുപിടിച്ചു സ്നോ ബോൾ കളി. ഓ जोर से बोलो. रितिका. कौन सी क्लास में पढ़ते हो? नहीं, वो तो स्कूल का नाम है शिशु मंदिर. कौन सी क्लास में पढ़ते हो? आ जाओ. ബിബിൻ രാവിലെ വായിക്കൊള്ളാത്ത ഹിന്ദി എല്ലാം പറഞ്ഞ് കൊച്ചിനെ പഠിപ്പിക്കണ്ട കേട്ടോ. കണ്ടോ? हाय कर दो एक बार. हाय कर दो. हाय बोलो. हाय. आपका नाम क्या है? नाम बताओ. रितिका. हाँ, रितिका बेटी. एक बार ऐसे थम्स अप दिखा दो. ये ऐसे दिखा दो, अंगूठा दिखा दो ऐसे. यस ये ഞങ്ങള് പേഴ്സും പൈസയൊക്കെ കൈകൊണ്ട് തൊട്ടിട്ട് ഇന്ന് 6 ദിവസമാകും. അപ്പം ഞങ്ങളുടെ മോർണിംഗ് വാക്കിന് ഞങ്ങള് പൈസ ഒന്നും എടുത്തില്ല. പക്ഷെ ബിബിന്റെ ഈ പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ഭാഗ്യത്തിന് ഒരു ചായക്കടയും കൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞതാണ്. 7 മണി 7:30 തുടങ്ങിയ മോർണിംഗ് വാക്കാണ്.
11:30 ഇതുവരെ നമുക്ക് നമ്മുടെ വണ്ടി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ചായ അടിച്ചിട്ട് തിരിച്ചടക്കാനുള്ള പ്ലാൻ. ഗൈസ് ബജി നല്ല തണുപ്പാണ്, പക്ഷെ ബായ് നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ചൂടാക്കി ചൂട് സമൂസയൊക്കെ ഉണ്ട്. ആകാനാണ് ഇന്നോട് ഓർമ്മ ചൂടാ അടിപൊളി. എന്താണേ സർവീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും കോസ്റ്റ്ലി അല്ല. സമൂസ കിട്ടുന്ന റുപ്യ ഭയ്യ? ഉള്ളി 10 rupees. ബജി 50 രൂപ. 250 ഗ്രാമിന് 25 രൂപ. ഉരുളക്കിഴങ്ങ് ബജിയാണ്. ചായക്കും 10 രൂപ. അപ്പോൾ ഒരുപാട് വ്ളോഗുകൾ കണ്ട ഒരു കാര്യമാണ്, സാങ്കറി എക്സ്പെൻസീവ് ആണ് പോകരുന്നൊക്കെ. ഒരിക്കലും ഗൈസ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. ഫുഡ് ഈസ് വെരി ചീപ്പ്. ഉള്ളി നമ്മൾ എക്സ്പെൻസീവ് ഫുഡ് കിട്ടുന്നത് നമ്മൾ ഹൈ ടോപ്പിൽ സമ്മിറ്റ് കയറി പോകുമ്പോഴാണ്. അത് എക്സ്പെൻസീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. MRPക്കാരും ഇരട്ടി അവർ വാങ്ങുന്നുണ്ട്. കാരണം അത്രയും ദൂരം അവർ ചുമന്ന് കയറ്റുന്നുണ്ട്. 20 കിലോമീറ്ററോളം ചുമന്ന് കയറ്റുന്നുണ്ട് ഫുഡ് അവിടെ ആയിരിക്കും. നമ്മുടെ നാട്ടിലേക്കാണ് ചീപ്പാല് ഇത്. We will fly above the sky. We are heroes tonight. അപ്പോൾ ഇതാണ് നമ്മുടെ മരങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ. മൊത്തം മഞ്ഞ് വീണ് നല്ല അടിപൊളിയായിട്ട് കിടക്കണം. പിന്നെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെപ്പറ്റി? നമുക്ക് പനി പിടിക്കൂടാ? പനി പിടിക്കാൻ സാധ്യത കുറവാ. അതിനെന്ന് പറഞ്ഞാൽ ഈ മഞ്ഞെന്ന് പറഞ്ഞാൽ പുല്ല് പോലത്തെ മഞ്ഞ. അപ്പോൾ നമ്മൾ അടിച്ച് താഴെ പോകത്തേ ഉള്ളൂ, അല്ലാതെ പനി പിടിക്കാൻ സാധ്യതയില്ല. നമ്മൾ മേളിൽ കയറിയപ്പോൾ ആ മഞ്ഞ് എന്നൊക്കെ ഇപ്പൊ നല്ലപോലെ എത്ര നേരം നിന്നെങ്കിൽ അവിടെയൊക്കെ പനി പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ കാലാവസ്ഥയിൽ നിന്ന് മാറുമ്പോൾ അപ്പോഴത്തേക്കിന് കുറവാകും. എന്ന് പറഞ്ഞാൽ ആ ചൂടും ആ ടെമ്പറേച്ചർ ആ ബോഡി വെച്ച് ആ ബോഡിയുടെ ടെമ്പറേച്ചർ വെച്ച് അത് കണ്ടീഷൻ ആയി പോയിക്കോളും. പക്ഷെ ഇന്നലത്തെ അത്ര എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യണില്ല. അതാണ് ഗ്ലൗസ് ഇട്ടിട്ടില്ല ഗൈസ്. അത്രയും വിണ്ട് കാണത്തില്ല. സ്നോ ഉള്ളപ്പോ അത്രയും വിണ്ട് കാണത്തില്ല. അപ്പൊ അത്രയും കൊള്ളത്തില്ല, കുത്തി കേറത്തില്ല. അതാണ് ഇതിന്റെ സീക്രട്ട്. അതായത് ഭയങ്കര മഞ്ഞാണെങ്കിൽ, മഞ്ഞ് പെയ്ത്തുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും കാറ്റുണ്ടാവില്ല. ശരിക്കും സ്റ്റഡി ആണല്ലേ. അബ്സല്യൂട്ട്ലി സീറോ വിൻഡ്. അതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാതെ. എന്താ ഒരു അടിപൊളി മരം നിൽക്കണുണ്ട്. ആരിസിനോട് നമ്മൾ പറഞ്ഞു, എടാ നീ വീഡിയോസിലേക്ക് ഇറങ്ങ്. കാരണം അവൻ സൈക്ലിംഗ് ഒക്കെ ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഞാനൊക്കെ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ ആരിസ് അതിൽ 100 മടങ്ങ് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആള് വീഡിയോസിലേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയാണ്. ഞാനിത് അവരോട് പറയതേ, നിനക്കിപ്പോൾ ഒരു ദിവസം നീ ചിന്തിക്കും വീഡിയോസ് ചെയ്യാമായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയണ്ട അതിനെ പറ്റി? എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. നീ ശരിക്കും എൻജോയ് ചെയ്യുവാണല്ലോ, എവറി മൊമെന്റ് നീ എൻജോയ് ചെയ്യുക ട്രാവലിന്റെ. ക്യാമറ ഇല്ലെങ്കിലും മനസ്സുകൊണ്ടാണ് ഫുൾ എൻജോയ് ചെയ്യണേ. അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് ഗൈസ്. നമ്മൾ കുറച്ച് പേര് ട്രാവൽ ചെയ്യുമ്പോൾ അവർ എൻജോയ് ചെയ്യും, അതോടൊപ്പം വീഡിയോസ് എടുക്കും, മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് ആളുകൾ ട്രാവൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ കംപ്ലീറ്റ്ലി 100% ഇൻറ്റു ഇറ്റ് ആയി പോകും. അതായത് ആ ഒരു മോഡിൽ പോയി കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്ത് അത് നീ വേറെ വിഷ്വൽ അല്ലാതെ റൈറ്റിങ്ങിലൂടെ അവതരിപ്പിക്കാറുണ്ടോ? അതുമില്ല, എന്റെ ഉള്ളുകൊണ്ട് മാത്രം ആസ്വദിക്കുന്ന ഒരാളാണ്. യെസ്, അതാണ് നമ്മുടെ ചങ്ങനെ പരിചയപ്പെടുത്തില്ല. ഇത് മറ്റു ബ്ലോഗർ. നിന്റെ ട്രാവൽ ചാനലിന്റെ പേര് പറഞ്ഞേ. എന്റെ പേര് തന്നെ ഷുഹൈബ് ഷാസ്. ഉറക്കം പറയടാ കേൾക്കുന്നത്. എത്ര 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ ട്രിപ്പിന് ശേഷം കുറേ വീഡിയോസ് വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഓക്കെ, അടിപൊളിയാട്ടെ. പിന്നെ ഞങ്ങൾക്ക് ശരിക്കും മിസ്സായ ഒരാളുണ്ടായിരുന്നു ഗൈസ്, പറയാൻ വിട്ടുപോയി. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ ഷെരീൻസ് വ്ലോഗ്. ഷെരീൻ ബ്രോ ഞങ്ങളുടെ ഒപ്പം ഡൽഹിയിൽ ജോയിൻ ചെയ്തു. പക്ഷേ വൈകിട്ട് പോരാൻ നേരത്ത് ഷെരീൻ ബ്രോ ഒരു സിംഗിൾ റൂമിലേക്ക് മാറിയായിരുന്നു. കാരണം പുള്ളിക്ക് കുറേ
വ്ളോഗ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ റൂമിൽ തിരക്കായിട്ട് വേറെ റൂമിലേക്ക് പോയി. പക്ഷെ ആൾക്ക് വണ്ടി മിസ്സായി. അപ്പോൾ ഏകദേശം 7-8 മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോഴാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ റിയലൈസ് ചെയ്ത് ഷെറിൻ ബ്രോയും അവരുടെ ഫ്രണ്ട് ജോയിൻ ചെയ്തില്ലാന്ന്. അപ്പോൾ പിന്നീട് അവരെ കൂട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷേ വി ആർ ഇൻ ടച്ച്. അപ്പോൾ ഷെറിൻ ബ്രോ പറഞ്ഞ് അവർ ലേക്കല്ല മണാലിക്ക് പോവാണ്. മണാലി പോയിട്ട് ട്രിപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം പക്ഷേ ഷെറിൻ ബ്രോ പറഞ്ഞു തന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു തുണി വാങ്ങണമെന്ന് പറഞ്ഞു. നമ്മുടെ ഈ കോൾഡൊക്കെ അടിച്ച് കഴിയുമ്പോൾ മൂക്കൊക്കെ വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ മൈക്രോത്തിൻ പൊളിനൻ്റെ ഒരു ക്ലോത്തിങ്. അത് അടിപൊളിയായിരുന്നു, ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പം താങ്ക്സ് ടു ഷെറിൻ ബ്രോ. പ്രോബ്ലി ഷെറിൻ ബ്രോയെ നമുക്കിനി മൂന്നാർ മീറ്റ് ചെയ്യാം. ഷെറിൻ ബ്രോ തേരാപ്പാര ചെയ്യാൻ വേണ്ടി മൂന്നാർ വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞേ, അറിയില്ല. അപ്പോൾ വീണ്ടും നമുക്ക് ഷെറിൻ ബ്രോയെ അവിടെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇതൊരു 5,999 റുപ്പീസിൻ്റെ ട്രിപ്പാണ്. 5,999 രൂപ. സംഭവം എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ചാനലിൽ നമ്മുടെ കേദാർനാഥ് ട്രിപ്പിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ട്രിപ്പ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത് ഞങ്ങൾ ജസ്റ്റ് രാവിലെ ഞങ്ങൾ വന്ന മോർണിംഗ് വാക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കണേ. പക്ഷേ ഈ ട്രിപ്പിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ വീഡിയോ എപ്പിസോഡ്സ് ആയിട്ട്, അതായത് ഫ്രം ദ ബിഗിനിങ് ടിൽ ദി എൻഡ് നമ്മൾ എപ്പിസോഡ്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ളത്. അപ്പം ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പറും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഈ ട്രിപ്പ് ഞങ്ങൾ ബുക്ക് ചെയ്ത ആളുടെ കോൺടാക്ട് നമ്പറും ഇതിൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അവരെ കോൺടാക്ട് ചെയ്യുക, ട്രിപ്പ് പോവുക. അപ്പോൾ ഗൈസ് എപ്പോഴും പറയാറുള്ളത് പോലെയൊക്കെ തന്നെ ലൈഫിൽ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോവുക, കഴിക്കാത്ത ഫുഡൊക്കെ കഴിക്കുക, പുതിയ പുതിയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുക. അതല്ലേ ലൈഫിൽ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയണേ. അപ്പോൾ ഗൈസ്, സോ കീപ് ട്രാവലിംഗ് ആൻഡ് എൻജോയിങ് ദി ട്രിപ്പ്. താങ്ക് യു.